it's me Drishya. Welcome back to my YouTube channel. ഇന്ന് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുടി വെട്ടാൻ പോവാണ് ഗൈസ്. ഇത്രയും നീട്ടാനുള്ള ക്ഷമയൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. നിങ്ങളെ കാണിക്കേണ്ടത് മാത്രമാണ് ഇത്രയും ഞാൻ നീട്ടിയത്. വേറൊന്നല്ല, അത് ഷൂട്ട് ചെയ്യാൻ എനിക്കൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ്. പണ്ടൊക്കെ മുടി വെട്ടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരാഴ്ചത്തേക്ക് ഈ മുടി ഇവിടുന്ന് അനക്കൂല, ഇതിങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ മുടിയിൽ എന്തോ കാട്ടി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചത്തേക്ക് ചെവിയിൽ പഞ്ഞി വെച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ. ഇപ്പം അമ്മയ്ക്ക് പറയാനുള്ള, എന്നെ വിളിക്കാനുള്ള തെറികളൊക്കെ അമ്മ ഒരേ ഒരു നോട്ടത്തിലൂടെ ഒതുക്കും. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി, അമ്മ വെറുതെ വായിലെ വെള്ളം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ആയാലും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹെയർ കെട്ടിയാറ്, എന്ത് കെട്ടാണ് ചെയ്യാറ്, പിന്നെ ഏത് കളറാണ് ചെയ്യാറ്, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യങ്ങളും ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാം. എന്റെ ഹെയർ കട്ട് ചെയ്യാനും എന്റെ ഹെയർ കളർ ചെയ്യാനും എനിക്ക് ഒരു തണ്ടിയുടെയും ആവശ്യമില്ല. ഞാൻ തന്നെ പൊക്കി പറഞ്ഞല്ലോ കേട്ടോ. ഈ കത്രി കാണുമ്പോൾ ഇങ്ങനെ എന്തോ എന്റെ കൈ ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഹെയർ കട്ട് എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ കട്ടാണ്. ബട്ടർഫ്ലൈ കട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ കട്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഹെയറിൽ ചെയ്യുന്നത് എന്ത് കട്ടാന്ന് എനിക്ക് പോലും അറിയില്ല. പണ്ട് ഞാൻ ലെയർ കട്ടായിരുന്നു മുടിയിൽ ചെയ്യാറ്. പിന്നെ എന്താ പറയാ, ലെയർ കട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ജസ്റ്റ് ഇങ്ങനെ മൊത്തമായിട്ട് ഹെയർ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇടായിരുന്നു. പിന്നെ ഞാൻ അതിന് കുറേ മാറ്റങ്ങൾ വരുത്തി. പക്ഷെ ബട്ടർഫ്ലൈ കട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങൾ ആ പ്രൊഫഷണൽ രീതിയിലേക്ക് ചിന്തിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്, നമുക്കതുപോലെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വൂൾഫ് കട്ടായിരുന്നു ചെയ്തത്. പക്ഷെ അത് എൻ്റെ മുടി ഇങ്ങനെ ഇവിടെ വോളിയം കുറേ കുറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇവിടെ കുറേ ഹെയർ പോയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാനും വിചാരിച്ചു കുറേ ഹെയർ എന്തിനാ അങ്ങനെ കളയുന്നത്, പിന്നെ അത് നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റിനും അങ്ങനെ ചേരാത്ത പോലെ എനിക്ക് തോന്നി. എൻ്റെ ഹെയർ പെട്ടെന്ന് ലെങ്ത്ത് വെക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് ലെങ്ത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു രസത്തിന് ചെയ്താണ്. ഞാൻ പൊതുവേ ഹെയർ കട്ട് ചെയ്ത് എനിക്ക് അപ്പോഴൊന്നും അല്ല, എനിക്ക് അവിടുന്ന് ഒരു 1-2-3 മാസം കഴിഞ്ഞാലാണ് ശരിക്കും നല്ല ഭംഗിയായിട്ട് വരിക. അങ്ങനെ ഒരു വേവി ഒരു ഇതിലേക്ക് മുടി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. എനിക്ക് വൂൾഫ് കട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതായിരുന്നു ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷെ അത് ചെയ്യുമ്പോൾ കുറേ മുടി പോകുന്നുള്ളതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പിന്നെ അത്ര മുടി പോവില്ല, നമുക്ക് അത്യാവശ്യം വോളിയം കിട്ടും, എന്നാൽ അത്യാവശ്യം നമുക്ക് ലെയറും ഉണ്ടാവും. വൂൾഫ് കട്ട് അടിച്ച സമയത്ത് ഞാൻ എൻ്റെ ഹെയർ ഇവിടെ മാത്രം ഇങ്ങനെ, അതങ്ങനെയാണല്ലോ, ഇവിടെ ഒരു ക്യാപ്പ് പോലെ, ഇവിടുന്ന് ഒട്ടും ഇല്ലാത്തൊരു അങ്ങനത്തെ ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ ടൈം കളയുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 2 സാധനങ്ങളാണ് ഇത് രണ്ടും. പിന്നെ ഈ കോമ്പ്, ടെയിൽ കോമ്പ് ആണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ വീട്ടിൽ ഈ ആകെ ഒരു കോമ്പ് ഉള്ളതിനടുത്ത് ബാക്കിയൊക്കെ എൻ്റെ മക്കൾ എവിടെയോ കൊണ്ട് കളഞ്ഞു. അതെ, പിന്നെ അതുപോലെയുള്ള 2 ബണ്ണും ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ടെയിൽ കോമ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, അതിങ്ങനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പറ്റും. അതുകൊണ്ടാണ് ടെയിൽ കോമ്പ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ഞാൻ എൻ്റെ മുടി അതിങ്ങോട്ട് ഇങ്ങനെ അയക്കുകയാണ്. ഇത്രയും ലെങ്ത്ത് വെച്ചു. എൻ്റെ അടുത്ത് ചിലർ ചോദിക്കേണ്ടത് ഇത്രയും മുടി ലെങ്ത്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, സാധാരണ ഇത്രയും ഉണ്ടാവാറില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പം എന്തായാലും ഞാൻ മുടി വെട്ടിക്കളയാൻ വിചാരിച്ചു. പക്ഷെ കാര്യം എന്നൊക്കെ പറഞ്ഞാലും ചെറിയൊരു വിഷമം. അപ്പോൾ ഇതാണ് എൻ്റെ ബിഫോർ ലുക്ക്. കട്ട് ചെയ്തിട്ട് നിങ്ങൾ പറട്ടോ, ഈ ഒരു കോലമാണോ അല്ലെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷമാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളതെന്ന്. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലെ മുടി ഇങ്ങനെ സെക്ഷനാക്കി എടുക്കണം. ക്രൗൺ സെക്ഷൻ മൊത്തം ഇങ്ങനെ മുമ്പോട്ട് എടുത്തിട്ട് ഒരു കുഞ്ഞു പോണി ടെയിലാക്കിയിട്ട് ടൈ ചെയ്ത് വെക്കണം. ബാക്കി ഹെയറൊക്കെ നമുക്ക് ബാക്കിലോട്ട് കെട്ടി വെക്കാം. ഈ ബാക്ക് സൈഡിലുള്ള മുടി ഒന്നും എന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ബാക്കോട്ട് കെട്ടി വെക്കുന്നത്. ഇനി ഞാൻ ഈ ക്രൗൺ സെക്ഷൻ മൊത്തമായിട്ട് എടുത്തിട്ട് അതുപോലെ സെൻറ്ററിലോട്ടായിട്ട് പോണി ടെയിലായിട്ട് കെട്ടി വെക്കുകയാണ്. പിന്നെ നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പം ഹെയർ ഒന്ന് വെറ്റാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഹെയർ വെറ്റാക്കിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി ഞാൻ ആ കുഞ്ഞു പോണി ടെയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് ഏകദേശം ഒരു 4 ഇഞ്ച് ലെങ്ത്ത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നല്ല മൂർച്ചുള്ള ഒരു കത്രിക വെച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ സിസേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞു സാധനം വെച്ചിട്ട് ചെയ്യുന്നത്. ഉണ്ട്, പക്ഷേ അത് അമ്മേൻ്റെ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു കത്രികയാണ്. അത് പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൈവേദനിക്കും, അതുകൊണ്ട് ആണ് ഞാനത് എടുക്കാത്തത്.
ഇനി നമുക്ക് ബാക്കത്തെ സെക്ഷൻ മൊത്തമായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇതുപോലെ തന്നെ ഒരു പോണി ടെയിലാക്കിയിട്ട് ടൈ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ സെക്കൻഡ് പോണി ടെയിലും അതുപോലെ അങ്ങനെ ട്രിം ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് പോണി ടെയിലിന് ഒരു 4 ഇഞ്ച് മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഏകദേശം അതേ ലെങ്ത്ത് തന്നെയാണ് ഞാൻ ഇതും കട്ട് ചെയ്തെടുക്കാൻ പോണത്. ചെറിയ കത്രി കൊണ്ട് വെട്ടിയിട്ട് ഒന്നും ആവുന്നില്ല. ഇനി ഇത് പിടിക്കാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ് ആദ്യം ഇതെടുക്കാഞ്ഞത്. ഇതിന് ഈസി ആയിട്ട് വെട്ടാൻ പറ്റിയിരുന്നു. അപ്പോൾ ഞാൻ 2 പോണി ടെയിലും അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒന്നും കൂടെ മൊത്തമായിട്ട് എടുത്തതുപോലെ വീണ്ടും ഒരു പോണി ടെയിൽ കെട്ടിയിട്ട് ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഒരു സ്റ്റെപ്പ് വേണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഈ പോണീൻ്റെ അറ്റത്തും ഞാൻ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ എടുത്ത അത്ര തന്നെ ലെങ്ത്തിൽ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇങ്ങനെ കിട്ടും. പക്ഷെ നമ്മൾ ഇത്രയും മുടി ലെയറൊക്കെ ചെയ്തല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ ഭാഗത്ത് അത്യാവശ്യം തിക്നെസ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. ഹെയർ ഇതുപോലെ ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കോംബ് ചെയ്തെടുക്കുക. പറ്റുകയാണെങ്കിൽ ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്താലും നന്നാവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹെയർ വെറ്റായിരുന്നാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ താഴെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതൊരു ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. മുടി ബാക്ക് സൈഡിലോട്ട് ഇട്ടിട്ട് ചെയ്താൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വേറൊരാളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വലിയ പാടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഉള്ളിലോട്ട് വരുന്ന ഭാഗത്ത് ജസ്റ്റ് കയറ്റി കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു യു ഷേപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 സൈഡ്സും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫൈനൽ ലുക്ക് ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കാം. തട്ടിയിട്ട് കണ്ണിന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഹെയർ കട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് പറയട്ടോ. പിന്നെ നിങ്ങൾക്ക് ബിഫോർ ലുക്കാണോ ആഫ്റ്റർ ലുക്കാണോ ഇഷ്ടമായതെന്നും കൂടെ ഒന്ന് എനിക്ക് അറിയണം എന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ ബീങ് ഹിയർ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.